സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നല്ല മനോഹരമായ ഒരു ദിവസം ഇന്ന് നമുക്കുണ്ടായിരുന്നു. എല്ലാവരെയും ദൈവം സൂക്ഷിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് കോളിലേക്ക് കടക്കുന്നു. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഇത് തങ്കമ്മ ജോർജ്, പന്തളത്തുനിന്ന് തങ്കമ്മ ജോർജ്. ഓക്കെ, ആന്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാവരും ആരൊക്കെയുണ്ട്? വീട്ടില് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു. ഓക്കെ, മക്കളൊക്കെ വെളിയില ആണല്ലേ? ഓക്കെ, എന്തുണ്ട് ഒരാള് പിന്നെ കുവൈറ്റില്, ഒരാള് ഇവിടെ അബുദാബി. അബുദാബി. ഓക്കെ, എല്ലാരും എബ്രോഡ് ആണല്ലേ? ലണ്ടൻ. ഓ ശരി ശരി. പിന്നെ നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ പോന്നു. ഓക്കെ സുഖമില്ലായിരുന്നു. ഓക്കെ ആന്റി, ഒരു ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ? ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ. ഓക്കെ, ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് ബൈബിൾ മ്യൂസിയം ആണ്. അപ്പം ഇന്ത്യ നമ്മുടെ തിരുവനന്തപുരത്താണ് ഇതുള്ളത്. അപ്പൊ ഇത് വന്ന് കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. മോശമൊന്നല്ല, നമ്മൾക്ക് ഒരു മ്യൂസിയത്തിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മൾ ബൈബിളിനെ അത്രയും സ്നേഹിക്കുന്നു, പഠിക്കുകയൊക്കെ ചെയ്യുമ്പം അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം ഭയങ്കര രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ ഒത്തിരിയും സന്തോഷം. അതെ അതെ അതെ. അപ്പൊ വരണം കേട്ടോ, വെമ്പായമാണ് സ്ഥലം. അതെ അതെ, വരണം. എല്ലാരെയും കൂട്ടി അല്ലെങ്കിൽ ചർച്ചിൽ നിന്നോ നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തൊരു 1 ഡേ ട്രിപ്പ് ടൂറായിട്ട് ഇങ്ങ് പോരണം. ഓ ശരി ശരി. അപ്പൊ തങ്കമ്മേന്റെ ഇന്ന് നമുക്ക് വേണ്ടി രണ്ടുപേരും പാട്ട് പാടാമോ? പാട്ട് പാടുന്നത് അതോ പിന്നെ കവിതയല്ലോ? ആന്റി, നമുക്ക് ടൈം വളരെ കുറവാണ്. അപ്പം അടുത്ത കോളർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു ടൈമിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു 4 വരി കവിതയോ പാട്ടോ എന്ത് തന്നെ ആയാലും സന്തോഷം. ഞാന് ഒരു കവിതയല്ല. ഓക്കെ, പാടിക്കോ, ചൊല്ലിക്കോ. ഒരു സ്ത്രീയെ കുറിച്ചുള്ള ഒരു കവിതയാ. ആണോ? ഓ ശരി, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ സ്ത്രീ പ്രേക്ഷകർക്ക് എല്ലാവരും ഹാപ്പി ആവും. സ്ത്രീ പ്രേക്ഷകർ അടുത്ത പ്രാവശ്യം അല്ലാത്തത്. ഓ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഇഷ്ടംപോലെ ഇവിടെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ പരിപാടികളും നല്ലൊരു കവയത്രിയും കൂടെ ആണല്ലേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ, ചൊല്ലി. സ്ത്രീയെ നീ എന്തിനു നീ ആനന്ദിക്ക, മാതൃത്വം നിനക്ക് സർവേശ്വരൻ സമ്മാനത്തെ തന്നുവല്ലോ. കുടുംബത്തിൻ കെടാവിളക്കവൾ, പുനരുത്ഥാനത്തിൽ ആദ്യം കർത്താവിനെ കണ്ടവൾ സ്ത്രീ തന്നെ. വീട്ടിന്റെ അകത്തവൾ മുന്തിരി വള്ളി, അവളുടെ മക്കൾ ഒലിവുതൈകൾ. സ്നേഹനിധിയാം അമ്മയാണവൾ, മാതൃഹൃദയമേ നീ എന്തിനു കേഴുന്നു, വേഴാമ്പൽ പോൽ നീ എന്തിനു കേഴുന്നു. അവളുടെ രോദനം ആര് കേൾക്കും, ഒരാൾ മാത്രം സർവേശ്വരൻ മാത്രം. നന്ദി, നമസ്കാരം. വളരെ, ഞാനും ഒരു സ്ത്രീ ആയതിൽ അഭിമാനിക്കുന്നു. വളരെ നല്ലൊരു കവിത. സീരിയസ്ലി നല്ല വരികൾ. ഇനിയും ഇതേപോലെ നല്ല നല്ല കവിതകൾ എഴുതാനായിട്ട് തങ്കമാന്റെ ദൈവം ബലപ്പെടുത്തട്ടെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ ആന്റി, ഇത്രയും നല്ലൊരു കവിത പാടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു 4 വരി പാട്ടും കൂടെ പാടിക്കോ. പാട്ട് ആരാധ്യൻ യേശു പാരാ, വണങ്ങുന്നു ഞാനൻ പ്രിയനെ, തേജസ്സേറും നിൻമുഖാവൻ ഹൃദയത്തിനാനന്ദമേ. മതിയോ? ഓ സന്തോഷം, വളരെ സന്തോഷം. അപ്പം വീണ്ടും വിളിക്കണം. നല്ല നല്ല കവിതകളൊക്കെ, ഇതേപോലെ പാട്ടുകളും കവിതകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടുകയും ചൊല്ലുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നല്ലൊരു പാട്ട് ആൻറ്റിക്ക് വേണ്ടി പാടാം കേട്ടോ.
ഓക്കെ, അപ്പം വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ ആൻറ്റി, ഗോഡ് ബ്ലെസ് യു. അപ്പം നമ്മളെ വിളിച്ചത് തുമ്പമണ്ണ്, പന്തളം തുമ്പമണ്ണ് എന്ന് തങ്കമ്മ ആൻറ്റി. ഓക്കെ ആൻറ്റി, നല്ലൊരു കവയിത്രിയാണ്. നല്ലതായിട്ട് സ്ത്രീയെ പറ്റി വർണ്ണിച്ച ആ പാട്ട്. കുറച്ച് വരികളെ ഉള്ളെങ്കിലും ഭയങ്കര, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വളരെ സന്തോഷമായിരിക്കും ആ ഒരു പാട്ടിൻ്റെ വരികൾ. അപ്പം നല്ലൊരു പാട്ട് ആൻറ്റിക്ക് വേണ്ടി പാടിക്കൊടുത്തിട്ട് തിരികെ വരാം. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പാട്ടോടെ നമുക്ക് പാടാൻ കഴിഞ്ഞു. വളരെ അർത്ഥവത്തായ വരികളാണ്. പ്രാണനേക്കാൾ അരികിലുള്ളതിനാൽ, കാരണം നമുക്ക് പ്രാണൻ നമ്മുടെ ഉള്ളിലാണല്ലേ, അപ്പോൾ അതിനേക്കാൾ അടുത്താണ് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ എന്നൊക്കെ പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട വരികൾ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതി. രാജേഷ് ഏലപ്പാറയുടെ കമ്പോസിഷനിൽ മനോഹരമായൊരു പാട്ടാണ്. ഏതൊരു കുഞ്ഞിനോട് ചോദിച്ചാലും ഒരു പാട്ട് പാടാമെന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ ചാടിക്കേറി പാടുന്ന പാട്ടുകളിലൊന്നാണ്. വളരെ നല്ലൊരു പാട്ടാണ്. നമുക്ക് പാടത്തെ കോള് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഞാൻ കടയിൽ നിൽക്കാതെ സ്ഥലത്തുനിന്ന് ഷൈനി. ഷൈനി, ഓക്കെ. ഷൈനി ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? എന്തുണ്ട് വിശേഷമൊക്കെ? വിശേഷങ്ങളൊക്കെ ഇങ്ങനെ, വിശേഷം നല്ല വിശേഷങ്ങൾ തന്നെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനുണ്ട്, മോനുണ്ട്, അമ്മച്ചുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ആണല്ലേ, ഓക്കെ. ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേക്കണം എല്ലാവരെയും. ഓക്കെ. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ ഈ ഒരു സന്തോഷത്തിൽ 4 വരി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? മനം കലങ്ങിടുമ്പോൾ, ഉള്ളം തകർന്നിടുമ്പോൾ, മനോഭാരത്താൽ വളഞ്ഞിടുമ്പോൾ, മമനാഥനെ വലങ്കരത്താൽ മരുഭൂവിൽ വഴി നടത്തിടുന്നു. മമനാഥനെ വലങ്കരത്താൽ മരുഭൂവിൽ വഴി നടത്തിടുന്നു. അയ്യോ, നിക്കാതെ പടാന്ന് നല്ലൊരു പാട്ട് പാടി. നല്ലതായിട്ട് പാടി കേട്ടോ. നല്ല പാട്ട് വേണമായിരുന്നു. ഓ ശരി, ഏത് പാട്ടാ വേണ്ടേ?
വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ. ഓക്കെ, അപ്പം ചേച്ചിക്ക് വേണ്ടി ഞങ്ങള് വന്ന വഴികൾ എന്ന പാട്ട് പാടും. ഓക്കെ ശരി. ഓക്കെ ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷൈനി ചേച്ചി, അതെ, ഷൈനി ചേച്ചിയാണ് വിളിച്ചത്. നല്ലൊരു പാട്ട് പാടി. പ്രത്യേകിച്ച് ആ പാട്ട് ഭയങ്കര നൊസ്റ്റാൾജിക് കേട്ടോ. അതെ, ഒത്തിരി കുഞ്ഞു പ്രായത്തിലേക്ക് ഒത്തിരി കേട്ടിട്ടുള്ളൊരു പാട്ടാണത്. അതെ. അപ്പം ചേച്ചി ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഒതുക്കി പാടി, ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ട്. ഓക്കെ, ചേച്ചി ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ പാട്ട് പാടിയിട്ട് തിരികെ വരാം. ഓക്കെ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. ഇന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. ഇന്നും കരുതലിൽ വഹിച്ചവനേ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ. അതെ, അതെ. ഒരുപാട് എന്താ പറയുക, മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ഇന്ന് നമ്മളെ വിളിച്ച ചേച്ചിക്കും ആ പാട്ടൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? ഇത് കൈക്കൽ, നമ്മളെ ചേർത്തല ഇല്ല, ചേർത്തല ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ചേർത്തലയിൽ നിന്നും കൈക്കൽ എന്ന് പറഞ്ഞ ഗ്രാമം. വിളിക്കുന്ന അങ്കിളിന്റെ പേര് മാർട്ടിൻ എന്നാ പേര്. മാർട്ടിൻ. ഓക്കെ. ഓ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വിശേഷം? സന്തോഷമായി പോകുന്നു, സന്തോഷമായി പോകുന്നു. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, 2 മക്കള്. മക്കളെ പഠിക്കുവാണോ? മൂത്താള് +1 പഠിക്കുന്നു, ഗവൺമെന്റ് VHS സെക്കൻഡറിയിൽ. ഓക്കെ. ഇളയാള്? ഇളയാള് 2ാം ക്ലാസ്സില്. ഓ, ശരി ശരി ശരി. ഓക്കെ. കുഞ്ഞുങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ? സന്തോഷം. ഞങ്ങളുടെ സ്വർഗവാണി ടീമിന്റെ അന്വേഷണം അറിയിച്ചേക്കണം. തീർച്ചയായിട്ടും. അപ്പം മാർട്ടിൻ ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി നല്ല ഒരു പാട്ടിന്റെ 2 വരി പാടാവോ? പാട്ട് അങ്ങനെ അതൊന്നും അറിയത്തില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്തോ. ഓക്കെ, പാടിക്കോ. നന്ദിയോ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. അത്ര അറിയാവുന്ന കേട്ടാ. ഓക്കെ, മതി. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണല്ലോ ആദ്യത്തെ 2 വരി പാടിയത്. വളരെ മനോഹരമായിട്ട് പാടി തന്നു. ഓക്കെ, മാർട്ടിൻ ചേട്ടനെയും കുടുംബത്തെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കോൾ ലൈനിലുണ്ട്, പോയിട്ട് നമുക്ക് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഷീബ ചേച്ചി എവിടുന്നാ വിളിക്കുന്നത്? തിരുവല്ല. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേർ 2 പേരുണ്ട്.
ആണോ? കുഞ്ഞുങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാട്ട് പാടാമോ? ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. അത് മതിയോ? രണ്ടുപേരും പറഞ്ഞപ്പോൾ എണ്ണിപ്പിറക്കി രണ്ടുപേരും പാടി. മൊബൈൽ ചെറുതായോണ്ട് കേൾക്കുന്നില്ല. ആണോ? ഓ സാരമില്ല. കംപ്ലൈന്റ് ഉണ്ട് മൊബൈലിന്. ഓ കുഴപ്പമില്ല. ശരി, അപ്പൊ നല്ലൊരു പാട്ട് എനിക്ക് വേണ്ടി പാടാം. ശരി, ഓക്കെ. ഓക്കെ, ഷീബ ചേച്ചിയാണ് വിളിച്ചത്. രണ്ടുപേരും പാടാൻ പറഞ്ഞു. കറക്റ്റ് രണ്ടുപേരും നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. ഒരു സമയത്ത് മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ടാണിത്. നമ്മുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ എന്ന് പറയുന്ന സാൽവേഷൻ ആർമിയിലെ ഒരു അയ്യാ കൂടിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നേഹിതനോടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഒരു ആശുപത്രി അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരണത്തിൻ്റെ അവസ്ഥയിൽ കാണുന്ന സമയത്താണ് ആ കുഞ്ഞ് മരിച്ചു പാട്ട് എഴുതുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിൽ തൻ്റെ വിശ്വാസത്താൽ എഴുതിയൊരു പാട്ടാണ്. കുഞ്ഞിന് സുഖമായി, കുഞ്ഞ് അവർ ഫാമിലി എല്ലാം വളരെ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. അപ്പം ഇതേപോലെ ഒത്തിരി അനേകം ഗാനങ്ങൾ സാജനയ്യ രചിച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ മനോഹരമായൊരു പാട്ടാണ്. അപ്പം ഇന്ന് നമ്മളെ വിളിച്ച നമ്മുടെ പ്രിയ ബീന ചേച്ചിക്കും ഈ ഒരു പാട്ട് ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ടൈം ഇവിടെ തീരുകയാണ്. ഇങ്ങനെ ടൈം പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം വീണ്ടും ഒരാഴ്ചയും കൂടി നമ്മളെ വിട്ട് പോവുകയാണ്. ഇത്രയും നേരം നിങ്ങളോട് കൂടെ ആയിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയും ഞങ്ങളെ വിളിക്കുക. ഇനിയും കാണുന്നത് വരെ ദൈവം നിങ്ങളെല്ലാവരും സൂക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.